ഈ ലെൻസിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ആ ദൂരമുണ്ടല്ലോ, അതാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രം വരച്ച് നോക്കാം. ദൂരത്തുള്ള വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിരിക്കും. അത് ലെൻസിൽ അപവർത്തനം സംഭവിച്ച് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ആ ബിന്ദുവാണ് ഈ ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ഡയഗ്രവും സർക്യൂട്ടും എല്ലാം പഠിക്കൽ വലിയ പ്രയാസമാണ്. അത്തരം കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു സ്പർശന പുസ്തകം ഈ സ്കൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഫിസിക്സ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഫിസിക്സിൻ്റെ ചെറുകഥകളും അതുപോലെ തന്നെ ഡയഗ്രം എങ്ങനെ സ്പർശിച്ച് പഠിക്കാമെന്നുള്ളതും എനിക്കൊരു ബുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫിസിക്സ് വളരെ വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളത് ആ ടച്ച് ബുക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ചാർട്ട്, അതുപോലെ ഫെവിക്കോള്, ഫാബ്രിക് പെയിൻറ്റ്, ഇത്രയും കുറഞ്ഞ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടച്ച് ബുക്ക് ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ നിന്നും ആവശ്യക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ബുക്കുകൾ ഉണ്ടാക്കി